ഇന്ന് ഞാൻ കറി വെക്കാനായിട്ട് കുറച്ച് തക്കാളി പറിക്കാൻ വേണ്ടി ചെന്നതാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന്. സാധാരണ ഇങ്ങനെ മഴക്കാലത്ത് തക്കാളി മഴ കൊള്ളുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നാവാറില്ല. അത് കാരണം കൊണ്ട് തന്നെ വീടിനോട് ചേർന്ന് കുറച്ച് ചെടിച്ചട്ടിയിലായിട്ട് വെച്ചിരുന്ന കുറച്ച് തക്കാളികളാട്ടത്. അപ്പം അതിൽ അത്യാവശ്യം കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു 3-4 തക്കാളി പറിച്ചു. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിമുളകും കൂടി പറിക്കാനായിട്ട് ചെന്നതാട്ടോ. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഈ കറിമുളകൊക്കെ കുറേശ്ശെ വാടി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് വെള്ളം ഒഴിക്കുന്നത് അത്ര നല്ലതല്ലാത്ത കാരണം ഞാൻ വെള്ളം ഒഴിക്കാൻ നിന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് കറിമുളകും കൂടി പറിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ എൻ്റെ അടുത്തു നിന്നായിട്ട് നമ്മുടെ വെള്ളക്കാന്താരിയുടെ കുറച്ച് മുളകും കൂടി പറിച്ചെടുത്തു കേട്ടോ. ചെറിയൊരു എരിവുള്ള മുളക് കണക്കാക്കിയിട്ട്. നമ്മൾ ആദ്യം പറിച്ചു കഴിഞ്ഞാൽ കറിമുളകിന് കാര്യമായിട്ടുള്ള എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കറിമുളകും കൂടി പറിച്ചെടുത്തു. അങ്ങനെ ഇതേ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വിളവെടുപ്പ് തീർന്നു കേട്ടോ. ഈ തക്കാളി മുളകൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തേക്ക് കൊടുക്കാൻ കണക്കാക്കിയിട്ടൊന്നും നട്ടതല്ല. അത് കാരണം തന്നെ ചെറിയൊരു അളവിൽ മാത്രമാണ് നമ്മൾ നട്ടിട്ടുള്ളൂ. ഈ പഴുത്ത മുളക് കാണുന്നത് നമ്മുടെ ബുള്ളറ്റ് മുളക് കേട്ടോ.